ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ക്ലാസ്സിംഗ് ആഫ്റ്റർ ദി ക്ലാസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാം ക്യാച്ചിങ് ആഫ്റ്റർ ക്ലാസ്. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഇതാവുമെന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം പറഞ്ഞ കാർത്തിക്, ഹേ ഹൗ ഡിഡ് യുവർ ഫിസിക്സ് എക്സാം ഗോ? അപ്പൊ നമ്മൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക, ഫ്രണ്ട്സിനോട് ചോദിക്കില്ല, നിന്റെ ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാർത്തിക് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ചോദിക്കാണ്, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഫിസിക്സ് എക്സാം. പിന്നെ പ്രണവ്, നോട്ട് ബാഡ് താങ്ക്സ്, ഐ ആം ഗ്ലാഡ് ഇറ്റ്സ് എവർ, ഹൗ അബൌട്ട് യു, ഹൗ വുഡ് യു പ്രസന്റേഷൻ ഗോ? അപ്പൊ നമ്മൾ പ്രണവ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ചോദിക്കുകയാണ്, നോട്ട് ബാഡ് കുഴപ്പമില്ലായിരുന്നു, താങ്ക്സ് താങ്ക്സ് പറഞ്ഞാൽ ഇപ്പൊ നന്ദി പ്രകടിപ്പിക്കുക. ഇംഗ്ലീഷിൽ കൂടുതലും അതായിരിക്കും, മലയാളത്തിൽ നമ്മൾ അങ്ങനെ യൂഷ്വലി പറയാറില്ല, പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ പറയും താങ്ക്സ്, നന്ദി. ഐ ആം ഗ്ലാഡ് ഇറ്റ്സ് ഓവർ, ഓ എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര നന്ദി ഉള്ളവനാണ്, കാരണം ഇത് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞല്ലോ, നന്ദി എന്ന് നമ്മൾ പറയത്തില്ല, അതാണ്. പിന്നെ ഹൗ അബൌട്ട് യു, നിന്റെ കാര്യം എങ്ങനെയാണ്, ഹൗ വുഡ് യുവർ പ്രസന്റേഷൻ ഗോ, നിന്റെ പ്രസന്റേഷൻ എങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കാർത്തിക്, ഓ ഇറ്റ് വെന്റ് റിയലി വെൽ, ഓ അത് നന്നായി പോകുന്നു, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് ഇറ്റ്, ഓ നീ എന്നെ സഹായിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇനി പ്രണവ്, നോ പ്രോബ്ലം, സോ ഡു യു ഫീൽ ലൈക്ക് സ്റ്റഡിങ് ടുമാറോ, ഓ നോ പ്രോബ്ലം, ഡു യു ഫീൽ ലൈക്ക് സ്റ്റഡിങ് ടുമാറോ ഫോർ അവർ മാത്സ് എക്സാം. പ്രണവ് പറയുന്നു, ഓ അത് കുഴപ്പമില്ല, നിനക്ക് ഡു യു ഫീൽ ലൈക്ക് സ്റ്റഡിങ്, നിനക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടോ, നാളെ നമ്മുടെ മാത്സ് എക്സാം അല്ലേ എന്ന് പറയാണ്. അപ്പൊ കാർത്തിക്, യാ ഷോർ, ഐ കം ഓവർ അറൌണ്ട് 10 o'clock ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ഓ നാളെ ഞാൻ വരാം 10 മണി കഴിഞ്ഞിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം നാളെ എന്ന് കാർത്തിക് പറയുവാണ്. അപ്പോ പ്രണവ്, ഓൾ റൈറ്റ് ഐ വിൽ ബ്രിങ് മൈ നോട്ട്സ്, ഓ ഞാൻ എന്റെ നോട്ട്സ് കൊണ്ടുവരാം, ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്യാച്ചിങ് അപ്പ്, അതായത് ആഫ്റ്റർ ക്ലാസ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ യൂഷ്വലി കോമൺലി ക്ലാസ് കഴിഞ്ഞാലും എക്സാംസ് കഴിഞ്ഞാലും നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്നിത് ഈ ചാപ്റ്റർ പഠിപ്പിച്ച് നിനക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ കോമൺലി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അതിന് റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും see you.